G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന വിശുദ്ധന്മാരായ എല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുൻപ് പറഞ്ഞതുപോലെ G2R എന്ന പദത്തിന് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എന്നർത്ഥം വരുന്ന ജെനസിസ് ടു റെവലേഷൻ എന്നാണ് അർത്ഥം. എൻ്റെ ഒരു കുരുള വർഗീസാണ്. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-9 വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്രയും കാലങ്ങൾ നമ്മൾ ഈ വിഷയത്തെ ആദരിച്ചും പഠിച്ചും വന്നത്. ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിലേക്ക് എന്ന തിരുവചന മർമ്മം, നിഴലായതിൽ നിന്ന് പൊരുളായതിലേക്ക്. ദൈവത്തിൻ്റെ മുൻപിലും ദൈവവചനത്തിൻ്റെ മുൻപിലും നാം സാധാരണക്കാരല്ല, രാജകീയ പുരോഹിതവർഗമാണ്. രാജാവും പുരോഹിതനും എന്ന 2 സ്ഥാനനാമങ്ങൾ പഴയ നിയമത്തിലുള്ളതാണ്. പുതിയ നിയമത്തിൽ വിശേഷാൽ ഈ കാലങ്ങളിൽ നമുക്കാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത 2 സ്ഥാനങ്ങളാണ് ഒരു രാജാവ്, ഒരു പുരോഹിതൻ എന്നുള്ളത്. ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന മലയാളികളായ നാം ആരും ഒരു രാജഗൃഹത്തിലോ പൈതൃകത്തിലോ ജനിച്ചു വളർന്നവരല്ല. പുരോഹിത ഗോത്രത്തിൽ ജനിച്ചവരുമല്ല. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച് ദൈവത്തെ നഷ്ടപ്പെട്ടവരായ നമ്മെ സ്നേഹിച്ച് ആത്മീയ അന്ധകാരത്തിൽ നിന്ന് ആത്മീയ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? തൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ. ആരായിട്ടാണ് വിളിച്ചത്? രാജകീയ പുരോഹിതവർഗമായി, സ്വന്തം ജനമായി, വിശുദ്ധ വംശമായി. ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിൽ വ്യാപരിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടത്. പഴയ നിയമ പൗരോഹിത്യ ശുശ്രൂഷകളിലേക്ക് പോയിട്ട് പുതിയ നിയമ ആത്മീയാർത്ഥത്തിലേക്ക് വരാം. എന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ കൂടെ നാം ഗ്രഹിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ ധാതു നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. പഴയ നിയമത്തിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ് വരെ ചിന്തിച്ചത് യാഗപീഠവും യാഗങ്ങളും, ദി ഓൾട്ടർ ആൻഡ് ദ സാക്രിഫൈസസ്. സീനായി മരുഭൂമിയിൽ ആയിരുന്ന ജനങ്ങൾക്ക് ഒരേ ഒരു ആരാധന സ്ഥലം, ഒരേ ഒരു യാഗപീഠം, ഒരേ ഒരു താമ്രത്തൊട്ടി, ഒരേ ഒരു ധൂപപീഠം, ഒരേ ഒരു നിലവിളക്ക്, ഒരേ കാഴ്ചയപ്പത്തിൻ്റെ മേശ, സകലത്തിനും ഉപരി ഒരേ ഒരു കൃപാസനം അഥവാ തിരുനിവാസം അഥവാ പെട്ടകം. എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചാൽ, ദൈവമായ ദൈവം 400 സംവത്സരങ്ങൾ അടിമകളായി മിസ്രൈമിൽ പാർത്ത ജനത്തെ വിടുവിപ്പാൻ തൻ്റെ ദാസനായ മോശയെ പറഞ്ഞയക്കുമ്പോൾ കൊടുത്ത നിയോഗം, കമ്മീഷൻ എന്തായിരുന്നുവെന്ന് പുറപ്പാട് പുസ്തകം 5-ാമത്തെ വാക്യത്തിലും 2-ാമത്തെ വാക്യത്തിലും എഴുതിയിട്ടുണ്ട്. നീ ഫറവോൻ്റെ മുൻപിൽ പോയി എൻ്റെ ജനം എന്നെ ആരാധിക്കുവാൻ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കണം, വിട്ടയക്കണം എന്നാണ്. അവർ പോയതും ആരാധിച്ചതും അക്ഷരികമായ മരുഭൂമിയിൽ. പുതിയ നിയമസഭ ആരാധിക്കുന്നത് ആത്മീയമായ മരുഭൂമിയിൽ. ഒരു പാട്ടുണ്ട്, മരുഭൂവാം ഇഹത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. പലപ്പോഴും ഞാൻ ആ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. ആത്മീയ വിജനതയിൽ ആരും ഇല്ലാത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ, ആരോരും ഇല്ലാത്ത മരുഭൂമിയിൽ വന്ന ഇസ്രയേൽ ജനങ്ങളുടെ അവസ്ഥ നോക്കണം. അന്ന് അവിടെ അവർക്ക് മേതെ മേഘവും വഴി കാണിപ്പാൻ അഗ്നിസ്തംഭവും ഒരേ ഒരു വിളക്കായി ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് വസിച്ചതുപോലെ ആഹാരത്തിന്, വെള്ളത്തിന്, എല്ലാത്തിനും ഒരേ ഒരു പ്രൊവൈഡർ. ഇവണ്ണം ആത്മീയ മരുഭൂമിയിൽ ആയിരിക്കുന്ന നമുക്ക് ഒരേ ഒരു ആരാധനാ സ്ഥലം, ദൈവസഭ.
ഒരേ ഒരു യാഗപീഠം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, ഒരേ ഒരു താമ്രത്തൊട്ടി, സ്നാനജലം എന്ന ഒരേ ഒരു കഴുകൽ, ഒരേ ഒരു ധൂപപീഠം, സ്വർഗത്തോളം ചെന്നെത്തുന്ന പ്രാർത്ഥനയുടെ ധൂപപീഠം, ഒരേ ഒരു നിലവിളക്ക്, വെളിച്ചം തരുവാനായി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു എന്ന വിളക്ക്, 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം, അവൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ഒരേ ഒരു കാഴ്ചയപ്പത്തിൻ്റെ മേശ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണം അടയുന്ന ദിവസം, ക്രൂശിക്കപ്പെടുന്ന ദിവസം രാത്രിയിൽ ശിഷ്യന്മാരെ മാത്രം കൂട്ടിച്ചേർത്ത് ആചരിച്ച തിരുമേശയുടെ ആ അനുഗ്രഹീത അവസ്ഥ. ഇതിനെല്ലാം മുകളിൽ ഒരേ ഒരു പെട്ടകം. അവിടെ വെച്ചാണല്ലോ പുറപ്പാട് ദിവസവും 25-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ ആലോചനകൾ ഇസ്രായേൽ ജനത്തെ കൃപാസനത്തിൽ കൂടെ അറിയിക്കുന്നത്. നമുക്ക് ഏക മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. തിമോഥെയോസിൻ്റെ 1-2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവർക്ക് ഈ ആരാധന സ്ഥലത്തിന് ചുറ്റും വസിച്ചിരുന്നതിനാൽ യാഗം കഴിക്കുന്നതും ഒരേ ഒരു താമ്രപീഠത്തിൽ അവിടെ കഴിക്കപ്പെട്ടിരുന്ന യാഗങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, യാഗം എന്ന പദത്തിൻ്റെ എബ്രായ പദങ്ങളും യവന പദങ്ങളും അവയുടെ അർത്ഥങ്ങളും നാം വിശകലനം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. യാഗങ്ങളിൽ ഒന്നാമത്തെ യാഗം ലേവ്യ പുസ്തകം 7-ാം അധ്യായം 37-ാമത്തെ അധ്യായത്തിൽ ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, സമാധാനയാഗം എന്നീ 6 യാഗങ്ങൾ. 6 എന്നുള്ള സംഖ്യ സംഖ്യാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷിക സംഖ്യയാണ്, അത് പരിപൂർണതയുടെ സംഖ്യയല്ല. ചുരുക്കി പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ജനമായും ആദ്യജാതനായും ഒക്കെ പരിഗണിക്കപ്പെട്ടുവെങ്കിലും അവരും പൂർണ്ണതയുള്ളവരായിരുന്നില്ല എന്ന് വിഷയം ഗ്രഹിച്ച പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിലുടനീളം കാണുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇനിയും നമുക്ക് 6 യാഗങ്ങളാണ് അവർക്കുള്ളത്. 6 എന്നുള്ളത് പൂർണ്ണതയുള്ളതല്ല. 7-ാമത് വേറൊരു യാഗം നടത്തിയത് എല്ലാ യാഗങ്ങളും കൂടെ ഒത്ത് ചേർന്ന് ഒരേ ഒരു യാഗത്തിൽ പര്യവസാനിപ്പിച്ചു. അതാണ് 7-ാമത്തെ യാഗം, ക്രൂശിലെ പരമയാഗം, യേശു ക്രിസ്തു എന്ന നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവ കുഞ്ഞാടിനെ കൊണ്ടുള്ള യാഗം. ഇതോർക്കുമ്പോൾ നമുക്കുള്ള സ്ഥാനം, നമുക്കുള്ള അവസ്ഥ, നമുക്കുള്ള അവകാശം എത്ര വലുതാണെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കും. അതോർക്കുമ്പോൾ നാം മൗനമായിരിക്കയില്ല, നന്ദി ഉള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ ഇടതടവില്ലാതെ സ്തോത്രം ചെയ്യുകയും ചെയ്യും. യാഗങ്ങളിൽ ഒന്നാമത്തേത് ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കണ്ടു, ദഹനയാഗം. ഒന്നാമത്തെ യാഗം ദഹനയാഗം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 9 വരെ, 10 മുതൽ 13 വരെ, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും നാം ഈ യാഗത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ദഹനയാഗത്തിന് ഹോമയാഗം എന്നും പറയും. അപ്പം ഇത് രണ്ടും രണ്ടായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഹോമയാഗവും ദഹനയാഗവും രണ്ടും ഒന്നാണ്. ഈ ദഹനയാഗത്തിനുള്ള എബ്രായ പദം ഓലാഹ്, ആലോഹ് എന്നാണ്. OLAH. ഈ പദത്തിന് യാഗപീഠത്തിന്മേൽ സമ്പൂർണമായി അർപ്പിക്കപ്പെട്ട് എരിഞ്ഞടങ്ങി ചാരവും ചാമ്പലും ഭസ്മവുമായി തീരുക, അതിന്മേൽ ഇടുന്ന സുഗന്ധവർഗം ധൂപവും പുകയുമായി ചുറ്റുപാടും സുഗന്ധം പരത്തുകയും ആ സുഗന്ധം ഉയർന്ന് പൊങ്ങിയിരിക്കുന്ന സ്വർഗസിംഹാസനത്തിൽ ആരാധനയ്ക്കായി വന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ യാഗമായി ദൈവം അംഗീകരിക്കത്തക്കവണ്ണം എത്തിച്ചേരുന്നു എന്നുമാണ് അർത്ഥം. അപ്പോൾ യാഗാർപ്പകൻ താൻ ഏത് വിഷയത്തിനായി യാഗം അർപ്പിച്ചുവോ
അത് സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന ദൈവം കൈക്കൊള്ളണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും യാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതൻ തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള തൃപ്തിയോടുകൂടി യാഗപീഠത്തിൻ്റെ സമീപത്ത് ഇരുകൈകളും സ്വർഗത്തേക്ക് മലർത്തുകയും ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 141 സങ്കീർത്തനം. ഞാൻ യാഗവസ്തു തിരുസന്നിധിയിൽ അർപ്പിച്ചു കഴിയുമ്പോൾ അവൻ വെറും കൈയായി മലർത്തപ്പെട്ട കരവുമായി ദൈവസന്നിധിയിൽ നിൽക്കുകയും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എഴുതി, ഞാൻ എൻ്റെ കൈകളെ മലർത്തുന്നത് അങ്ങയുടെ സന്നിധിയിൽ ഒരു യാഗമായും എൻ്റെ പ്രാർത്ഥന, ഞാൻ ചെയ്ത അകൃത്യം, പാപം ഏതുമാകട്ടെ, ആ പ്രാർത്ഥന ക്ഷമിക്കുമാറാകണമേ എന്ന പ്രാർത്ഥന അങ്ങകലെ ആകാശസീമകൾക്കപ്പുറത്തുള്ള സ്വർഗത്തിൽ വെളിച്ചത്തെ വെല്ലുന്ന വേഗത്തോടെ വന്നു ചേരുന്നു എന്നുമാണ് അവരുടെ വിശ്വാസം. നോഹയുടെ ഹോമയാഗത്തിൻ്റെ സൗരഭ്യം മണത്തപ്പോഴായിരുന്നുവല്ലോ യഹോവയാം ദൈവം അതുവരെ അരുളി ചെയ്തിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കൽപ്പനകളും അരുളപ്പാടുമായി അവൻ്റെ അടുക്കൽ വന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഹോമയാഗം അഥവാ ദഹനയാഗം, അതിനുള്ള വസ്തുക്കൾ എന്തെല്ലാം ആകുന്നു എന്ന് നോക്കാം. ഓബ്ജക്ട്സ് ഓഫ് ബേൺഡ് ഓഫറിംഗ് എന്ന്. കന്നുകാലിയാകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആൺ ആയിരിക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ചെമ്മരിയാടോ കോലാടോ ആകുന്നെങ്കിൽ ഊനമില്ലാത്ത ആൺ ആയിരിക്കണം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. പറവജാതിയിൽ ഒന്നാകുന്നുവെങ്കിൽ കുറുപ്രാവോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കണം. ലേവ്യ പുസ്തകം 1-14. ലേവ്യയാഗത്തിൻ്റെ വിധിമുറ അഥവാ അതിൻ്റെ നിയമ നടപടികൾ നോക്കുക. യാഗവസ്തുക്കൾ എല്ലാം ഊനമില്ലാത്തവയായിരിക്കണം. പുറപ്പാട് പുസ്തകം 12-5, 29-1, ലേവ്യ പുസ്തകം 1-3, 10, 3-ാം അധ്യായം 1-ാം വാക്യം, 6-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 25-ാം വാക്യം, 28-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യം, 5-ാം അധ്യായത്തിൻ്റെ 15, 18 എന്നീ വാക്യങ്ങൾ. യാഗാർപ്പകൻ കൊണ്ടുവരുന്ന യാഗവസ്തുക്കൾ ഒന്നുപോലും ഉള്ളത് ആയിരിക്കരുത്. അവ ഊനം അറ്റതായിരിക്കണം. ഏത് യാഗം കഴിക്കുന്നവനും ഒരു വിധിമുറയും നിയമവും ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 9 വരെയും 11-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയും 14-ാം അധ്യായം 17-ഉം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുമാണ് അതിനുള്ള ആധാരവാക്യങ്ങൾ. അതിൻ്റെ നിയമങ്ങൾ എന്തെല്ലാം ആണ് എന്ന്. പഴയ നിയമ യാഗവസ്തുക്കൾ ക്രിസ്തുവിൻ്റെ നിഴൽ ആകുന്നു എന്ന് തിരുവചനം പഠിച്ചാൽ ഗ്രഹിക്കാകുന്നതത്രേ. അത് കാളയാകട്ടെ, ചെമ്മരിയാടോ കോലാടോ, പറവജാതിയിൽ ഒന്നാകുന്നു എങ്കിൽ കുറുപ്രാവോ പ്രാവിൻ കുഞ്ഞോ ആയിരിക്കട്ടെ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിലേക്കാണ്. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കണം. ഇവിടെ ശ്രദ്ധേയമായ വിഷയം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവിക നിയമം അനുസരിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി ആദാം ഹൗവ ദമ്പതിമാർ അവിടെ നിൽക്കുമ്പോൾ തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ ഉടുപ്പുണ്ടാക്കുന്നതിന് ഉപയോഗിച്ച തോൽ അവർ സ്വയമായി ഉണ്ടാക്കിയ മാർഗങ്ങളെല്ലാം നഷ്ടമായപ്പോൾ, തോൽവിയടഞ്ഞപ്പോൾ, സൂര്യൻ്റെ താപത്തിങ്കൽ ഇല ചുരുണ്ട് വാടിപ്പോയപ്പോൾ, യെശയ്യാവ് പറഞ്ഞ വാക്യം ഓർക്കുകയാണ്, നിന്റെ നീതിപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ ഒരുവനും സ്വന്തം നീതിയാൽ ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയുകയില്ല.
കാലസമ്പൂർണതയിൽ ഇഹത്തിൽ അവതരിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവപുത്രൻ്റെ നിഴൽ മാത്രമായിരുന്നു ഇവ എല്ലാം എന്ന് മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 25-ഉം 3-ാം അധ്യായത്തിൻ്റെ 7-ഉം 21 വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവുമായി ചേർത്ത് വായിക്കണം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിനിധിയായി ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്നുവെന്ന് യേശു ക്രിസ്തുവിനെ കണ്ട പ്രഥമ മാത്രയിൽ അല്പം ദൂരെ നിൽക്കുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ തൻ്റെ ചുറ്റും കൂടി സ്നാനപ്പെടുവാൻ വന്നിരിക്കുന്ന വ്യക്തികളെ കൈ ചൂണ്ടി പറയുകയാണ്, ഇതാ നോക്ക്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അന്നുവരെ യഹൂദന്മാർ ചിന്തിച്ചതും ധരിച്ചിരുന്നത് ലോകത്തിൽ ദൈവം ഇടപെടുന്ന ഏക ജനം ഇസ്രായേൽ, യഹൂദൻ, അബ്രഹാമ്യ സന്തതി മാത്രമാണെന്നാണ്. എന്നാൽ അന്ന് അവരുടെ ഹ്രസ്വമായ ദൃഷ്ടിക്കൊരു വിശാലത വരുത്തിക്കൊണ്ട് യോഹന്നാൻ പരസ്യമായി വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തു വന്നിരിക്കുന്ന യഹൂദൻ്റെ പാപത്തെ ചുമക്കുവാൻ മാത്രമല്ല, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുവാനാണ്. അടുത്ത ദിവസം ദൈവപുത്രൻ അവൻ്റെ തൊട്ടടുക്കൽ വന്നു. തലേ ദിവസം സ്നാനപ്പെടുവാൻ വന്ന ജനത്തോടുകൂടെ ചേർന്ന് യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളെ നിറവേറ്റിക്കൊണ്ട് അടുത്ത ദിവസം തൻ്റെ മുൻപിൽ വരിവരിയായി നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനും വന്നു. അവനെ കണ്ടുകൊണ്ടും തൊട്ടുകൊണ്ടും വിളിച്ചു പറഞ്ഞു, ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നവൻ. നേരത്തെ നാം കണ്ടു, യാഗവസ്തുക്കളിൽ ഒന്നിലും, അത് മൃഗമാകട്ടെ ആടാകട്ടെ, യാതൊരു മൃഗത്തിലും ഊനം, കുറ്റം, കുറവ് ഉണ്ടായിരിക്കരുത്. വിശുദ്ധ പൗലോസ് യഹൂദന്മാരുടെ സാഹചര്യത്തിൽ നിന്നും സത്യമറിഞ്ഞ് ദൈവകൃപ പ്രാപിപ്പാൻ ഇറങ്ങി വന്ന ജനത്തിന് ലേഖനം എഴുതിയപ്പോൾ, എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്, 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതി തറപ്പിച്ചും ഉറപ്പിച്ചും തിരുവചനത്തിൽ കാണുന്ന ഒരു നഗ്ന സത്യം, യേശുക്രിസ്തു പാപം ഇല്ലാത്തവൻ. ഇവിടെ ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ പദവും സഭാപ്രസംഗിയിൽ പറഞ്ഞ വാക്യവും തമ്മിൽ താരതമ്യം ചെയ്യണം. മുട്ടുകുത്തി കൈ ഉയർത്തി സ്വർഗത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ പദം ഇങ്ങനെയാണ്: ഈ ജനം വരും കാലത്തിൽ പാപം ചെയ്ത് ശിക്ഷയ്ക്കർഹരായി അന്യദേശത്തേക്ക് അടിമകളായി പോകേണ്ടി വരും എങ്കിൽ, അടുത്ത പദം ശ്രദ്ധിക്കുക, ഭൂമിയിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ലല്ലോ. 8-ാം അധ്യായം 46-ാമത്തെ വാക്യം. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ ഇല്ലല്ലോ. അതേ പദം തന്നെയാണ് സഭാപ്രസംഗി 7-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലും അവൻ എഴുതി വച്ചത്. ദൈവത്തിന് സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ സാധിക്കാതെ ഇരുന്ന നിത്യമായ വീണ്ടെടുപ്പ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വഴി ചിന്തിത്തന്ന പരിശുദ്ധ രക്തത്താൽ സാധിച്ചു. അവൻ്റെ ക്രൂശുമരണം വഴി ചിന്തിത്തന്ന പരിശുദ്ധ രക്തം മുഖാന്തരം സാധിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവ കുഞ്ഞാടായ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞതിനാൽ ഇനിയും ഒരു ഹോമയാഗമോ ഒരു ദഹനയാഗമോ ആവശ്യമില്ല എന്നാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാക്കാൽ പറഞ്ഞത് മാത്രമല്ല, എഴുത്തിൻ പ്രകാരം എഴുതി കൊടുത്തു. ഇതാണ് യഹൂദന്മാർക്ക് പൗലോസിനോടുണ്ടായ വൈരാഗ്യവും കോപവും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. കർത്താവെ, പഠിതാക്കളായ ദൈവമക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്രയിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ.